Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What major blessings are coming for you? എന്തൊക്കെ blessings ആണ്, എന്തൊക്കെ major changes ആണ് നിങ്ങളുടെ ലൈഫിൽ very soon സംഭവിക്കുന്നത്, and എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ആസ് യൂഷ്വൽ ഇവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, സോ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So select your group, then we can start. Alright, let's start with group number 1. Hello, group number 1. What major blessings are coming for you? എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, ആൻഡ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? മേ ബി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. ഓൾറൈറ്റ്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. യുവർ ട്രോമ. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ട്രോമ കുറച്ചുകൂടെ കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, മേ ബി നിങ്ങളുടെ ഒരു ട്രോമ കുറച്ചുകൂടി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും അതിൽ ഹീൽ ചെയ്യേണ്ട സിറ്റുവേഷൻസോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസോ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ന്യൂ എക്സ്പീരിയൻസ്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ഒരു മേജർ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ട്രോമ ഓർ നിങ്ങൾ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഹീൽ ചെയ്യാൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആ ഒരു പുതിയ എക്സ്പീരിയൻസ്, ആ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാനുള്ള പുതിയ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ ട്രസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് ഇനി ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വിഷമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ഹീൽ ചെയ്യാൻ പുതിയ എക്സ്പീരിയൻസ്, പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു പെയിനിൽ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്താണോ നിങ്ങൾക്ക് അത്ര ഒരു വിഷമായിട്ട് കിടക്കുന്നത് ആ ഒരു കാര്യം ഹീൽ ചെയ്യാൻ നിങ്ങൾ പുതിയ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഓൾറൈറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജോബ് ഇല്ലാത്ത ആളുകളായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്യുക, നിങ്ങൾ പുതിയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക, പുതിയ ജോബിലേക്ക് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റ് മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നമ്മൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മനസ്സിന് ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾക്ക് അതിന് പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഈ ഒരു ട്രോമ, നിങ്ങൾക്ക് ഉണ്ടായി പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അങ്ങനെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, ഒരു ഡിവൈൻ ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പുതിയ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ്. പഴയതിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് വലിയൊരു സന്തോഷം തരാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ആ ഒരു പുതിയ അവസരങ്ങൾ നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾ നോക്കുന്ന സമയത്താണ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. What major blessings are coming for you? Group number 1, what major blessings are coming for you? Changes are happening in your life. Group number 1. See, celebration. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ഇവന്റ്സ് ഓർ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ കൂടുതൽ ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, പുതിയ ആളുകള്, റൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, റൈറ്റ് ആയിട്ടുള്ള ഒരു ജോബ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. സോ മനസ്സിന് സന്തോഷം തരുന്ന ആളുകളെ നിങ്ങൾക്ക് വീണ്ടും റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പുതിയ ആളുകളാണ്, പുതിയ ഫ്രണ്ട്ഷിപ്പ് ആണ്. ചില
കൈൻഡ് ഓഫ് റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങൾ അങ്ങനെ റീകണക്ട് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എന്തെങ്കിലും ഒരു വിഷമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു വേദനയായിട്ടോ വിഷമായിട്ടോ ഒരു ഗിൽറ്റ് ആയിട്ടോ കിടക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് വീണ്ടും റീകണക്ട് ചെയ്തിട്ട് അതൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള റീയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ്, അവരായിട്ട് അതുവരെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസിനെക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അതാണ് നിങ്ങളുടെ ഒരു ന്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, what major blessings are coming for you? So definitely get ready for a conversation. സംസാരിക്കാൻ റെഡി ആവാം. ഓക്കെ, ഓർ ആക്ഷൻ. മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ചില മേജർ ആക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, സോ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് നിന്ന് പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. ഓക്കെ, കോംപ്രമൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാനും റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, ഡിസിഷൻസ് എടുക്കാനും കോംപ്രമൈസ്, ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള കോംപ്രമൈസ് ചെയ്യാനും ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫൊഗീവ് ചെയ്യാൻ സാധിക്കും, നമുക്കത് വിട്ട് കളയാൻ സാധിക്കും, ഈവൻ അതിന്റെയൊക്കെ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ അങ്ങനത്തെ മാറ്റങ്ങൾ, സോ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നിങ്ങൾ സിറ്റുവേഷൻസ് ആക്ച്വലി പഠിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, പെട്ടെന്ന് തന്നെ. ഓക്കെ, കാരണം നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു മോഡിലാണ്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാതെ വിടുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ മനസ്സ്, ശരീരം ഒക്കെ വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ആക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് മേ ബി നിങ്ങളുടെ ലൈഫിൽ അത്ര സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1, ആളുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് വരാൻ പോകുന്ന ഒരു സമയത്ത്. ഓക്കെ, ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് റീകണക്ട് ചെയ്യുന്നതും ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുന്നതും, കൂടിക്കാഴ്ച ഉണ്ടാവുന്നുണ്ട്, കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്, മീറ്റിംഗ്സ്. ഓക്കെ, റൊമാൻസ്. ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് വരുന്നതാണ്. ഓൾറൈറ്റ്, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു വലിയൊരു ട്രോമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ചിലത് വീണ്ടും നിങ്ങൾക്ക് അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഒട്ടും ഹോപ്പ് ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ ഒരു മാറ്റം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾ ചില മാറ്റങ്ങൾ, ചില ആക്ഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആവുക പുതിയ കാര്യത്തിലേക്ക്. ഓർ മേ ബി ലൈക്ക് ചില കാര്യത്തിന് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒന്ന് മാറി നിന്നാലേ നിങ്ങൾക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കും ചില ആക്ഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ, ചില കാര്യങ്ങൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാന്ന് പറയുന്നത് ലൈഫ് ലോങ്ങിലേക്ക് നമ്മൾ വിട്ട് കളഞ്ഞു പോവാ എന്നുള്ളതല്ല. മേ ബി ആ ഒരു ടൈമിൽ നമ്മളൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ചില കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ടൈമാണ്. What major blessings are coming for you? Group number 1. ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ഇമോഷണലി എടുത്തിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ സംഭവിച്ചിട്ടുള്ള ഇമോഷൻസിന്റെ പേരിൽ, സങ്കടത്തിന്റെ പേരിൽ, ദേഷ്യത്തിന്റെ പേരിലൊക്കെ എടുത്തു പോയിട്ടുള്ള ചില ആക്ഷൻസ് ഒക്കെ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന മാറ്റങ്ങളായിരിക്കാം, or നിങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ എടുക്കുന്ന മാറ്റമായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ സഡൻ ആയിട്ട് ചില ആക്ഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒന്നും ചിന്തിക്കാതെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളെന്നല്ല, മേ ബി ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ ഒട്ടും ചിന്തിക്കാതെ ചെയ്തിട്ടുള്ള ചില കാര്യത്തിന്റെ കോൺസിക്വൻസ് കാരണം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ അതൊക്കെ
അവർക്ക് ഒരു സ്നേഹം കൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അത് മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കാരണം കൂടെ ആവുന്നുണ്ട്. ഓക്കെ, സോ ചില റിട്ടേൺസ്, ചില റീയൂണിയൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ ഒരു നല്ലൊരു സുഹൃത്തായിരിക്കാം, മേ ബി നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഓൾറൈറ്റ്, സോ ചില ആളുകള് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓർ ചില ആളുകളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ, ഓക്കെ, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ചില ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഡിസ്കവർ ആവുന്ന ഒരു ടൈം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വെരി സൂൺ. ഓൾറൈറ്റ്, മേ ബി അത് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക്, ഈവൻ ഇത് മേ ബി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾക്കൊട്ടും അറിയാത്ത പേഴ്സണും ആയിരിക്കാം. ഓക്കെ, കാരണം ചില കാര്യത്തിന്റെ ഒരു ജെന്യൂനിറ്റി ആക്ച്വലി നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കവർ ആവുന്നുണ്ട്. ഓൾറൈറ്റ്, പ്യുവർ ലവ് എന്നൊക്കെ പറയുന്നത് പോലെ ആർക്കോ നിങ്ങളോടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ചില സിറ്റുവേഷൻസ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം ബിക്കോസ് ഓഫ് യുവർ ട്രോമ. സോ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ വീണ്ടും അവസരം കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ല. ഓക്കെ, സോ നിങ്ങൾ എത്രയോ പ്രാവശ്യമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച് അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വർക്ക് ചെയ്യണം, ചില കാര്യങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം, വീണ്ടും ഒരുമിച്ച് വരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുകളോ റിലേഷൻഷിപ്പോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒരു ചാൻസ് കൂടെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് അതിനൊരു വീണ്ടും അവസരം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധിക്കണം എന്നല്ല പറയുന്നത്, കാരണം നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് വരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അപ്രൂവൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി നിങ്ങൾ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്രൂവൽസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ജോബിലേക്ക് വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് നിങ്ങൾക്ക് മേ ബി സ്ഥലം മാറുന്നതായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും ചില പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത്, ഡിഫറെന്റ് ആയിട്ടുള്ള, കാരണം ഈവൻ ജോബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, റോളില് നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങൾ ചെയ്യുന്ന ജോബില് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കണം. ഓക്കെ, കുറെ വർഷമായിട്ട് സെയിം പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അലോ ചെയ്യണം, ചില റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കണം. ഓക്കെ, ലൈക്ക് പ്രൊമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കണം. ഓക്കെ, ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ നന്നായിട്ട് ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് ആളുകൾക്കും നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ അല്ലെങ്കിൽ അപ്രീസിയേഷൻ, ആ ഒരു റെക്കഗ്നീഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, number 1, what major blessings are coming for you? Truth number 1, so financial ആയിട്ടുള്ള ഫ്രീഡം, ജോബ്, കോൺഫിഡൻസ്. ഓക്കെ, ജോബ് റിലേറ്റഡ് ആയിട്ടും ഈവൻ നിങ്ങൾ ഏൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു വർത്ത് തോന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ മേലൊരു വർത്ത് തോന്നാൻ കാരണം ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മിസ്റ്റേക്സ്, ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഒരു കൈൻഡ് ഓഫ് സെൽഫ് അനലൈസ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയത്താണ് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വരിക. എന്നാലും നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ചിന്താഗതി വലിയ രീതിയിൽ വളരുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറെ ക്യാഷ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ വലിയ വലിയ ഉയർച്ച ഉണ്ടാവുക എന്നുള്ളതല്ല, നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളായിട്ട് ചിന്തിച്ചിട്ട് വരുത്തുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ ചില ആളുകള്
അതെങ്ങനെയാണോ അത് അതുപോലെ തന്നെ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരാളെയും സിറ്റുവേഷനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. മേ ബി അതായിരിക്കും നിങ്ങൾക്കൊരു വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്ന സമയത്തും റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ടാവില്ല. ഓക്കെ, അതായിരിക്കും മേ ബി ലൈക്ക് നിങ്ങൾ കാണുന്ന വലിയൊരു ട്രബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോ ആളുകളും അവർക്ക് അവരുടേതായിട്ടുള്ള നേച്ചർ ഉണ്ട്. ഓരോ ആളുകളും ഡിഫറെന്റ് ആണ്. അത് നമ്മളുടെ ആരാണെന്നുണ്ടെങ്കിലും, നമ്മൾ എത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർ പോകുന്നതായിട്ടുള്ള ജേർണി ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അതൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഫൊർഗീവ് ചെയ്യാനും സാധിക്കുന്നത്, റീകണക്ട് ചെയ്യണം, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. മുന്നോട്ട് പോകുന്നുണ്ട് ലൈഫ് സിറ്റുവേഷൻ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മീഡിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ചില ആളുകൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഫേമസ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, ലൈക്ക് ടീച്ചേഴ്സ്, ബിസിനസ് മാൻ ഓർ ബിസിനസ് വുമൻ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലീഡ് പൊസിഷനൊക്കെ നോക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങൾ എന്തോ ഒരു കാര്യം അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, ലൈക്ക് സിവിൽ സർവീസ്, ഇങ്ങനത്തെ എന്തെങ്കിലും ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ട്. ഓക്കെ, ലൈക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, സ്പെഷ്യലി നിങ്ങൾ പോലീസ്, ആർമി അങ്ങനത്തെ ജോബൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സ്പോർട്സ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും ആനിമൽ കൈൻഡ് ഓഫ് റൈഡ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നന്നായിട്ട് സക്സസ് ആയിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ മക്കളും ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളുടെ ഒരു വിക്ടറി നിങ്ങൾക്കും ഒരു വലിയൊരു പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആസ് എ പാരന്റ്, ആസ് എ മദർ, ആസ് എ ഫാദർ, നിങ്ങൾക്ക് ഒരു പ്രൗഡ് മൊമെന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കൊണ്ടും ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക്, നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള, ഫാമിലിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകളുടെ സക്സസ് കാണുന്ന സമയത്ത് നിങ്ങൾ വലിയ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കാം. ഓക്കെ, ആ ഒരു വിക്ടറി ആക്ച്വലി നിങ്ങൾക്കും ഒരുപാട് ഇൻസൈറ്റ് തരുന്നുണ്ട്, ഒരുപാട് സന്തോഷം തരുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് തോന്നാണ് ഒരു ഹോപ്പും ഇല്ലാത്ത ഒരു മേ ബി ഒരു ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ പാർട്ട്ണറെ കൊണ്ടായിരിക്കാം, നിങ്ങളുടെ കുട്ടികളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളെ കൊണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരു ഹോപ്പും ഇല്ല, അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ വളരെ എയിംലെസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റില് ആരുടെങ്കിലും ഒരു വിക്ടറി നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ, റീകണക്ട് ചെയ്യാൻ, ഇങ്ങനെ വിട്ടുവിട്ടു പോകുന്ന ഒരു ചില റിലേഷൻഷിപ്പ് ഒക്കെ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അതിലേക്ക് വരാൻ, വളരെ സന്തോഷമായിട്ട്, വളരെ പ്രൗഡ് ആയിട്ട് റീകണക്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട്, വളരെ നന്നായിട്ട് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, so let's take a few more message. What major blessings are coming for you, group number 1? What major blessings are coming for you? So definitely group number 1, work on your trauma. Okay, എന്താണോ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്, എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യാൻ പേടിക്കുന്നത്, എന്താണോ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ചിലത് സി ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഒരു പേടിയുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് പേടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, നമുക്ക് ആ ഒരു ഫിയർ നമ്മൾക്ക് ഒരിക്കലും ഓവർകം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതിനെന്ത് ചെയ്യണം, നമ്മൾ പുതിയ പുതിയ എക്സ്പീരിയൻസിലേക്ക് മസ്റ്റ് ആയിട്ട് ആ ഒരു പേടി കണക്ട് ചെയ്യുന്ന, ആ ഒരു പേടി ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പുതിയ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ വീണ്ടും 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 കണക്ട് ചെയ്യണം. ഓക്കെ, സോ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടി ഉണ്ടാക്കുന്നത്, നിങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്, ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്, ആ ഒരു അവസരങ്ങൾ നിങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യാം. പുതിയ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ
നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കുക. ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കാരണം നല്ല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള, വളരെ പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ മാറ്റം വരുത്താൻ പറ്റാത്ത എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ കാരണം കൊണ്ടല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി വിട്ടേക്കാം. ഓക്കെ, സോ ചില പെയിനിൽ തന്നെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മളൊരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. സോ ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. What major blessings are coming for you? Group number 1, healing. Okay, it's again a confirmation. Group number 1, ഹീൽ ചെയ്യാം. നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചിന്താഗതിയിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾ വളരെ ലിമിറ്റ് ആയിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ്. ആൻഡ് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒരുപാട് ഓപ്പൺ ആവുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, വളരെ സ്നേഹം കൊണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ സ്നേഹം, സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഒരാളും അല്ല, ഒരു സിറ്റുവേഷനും അല്ല. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, what major blessings are coming for you? എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഈ ഒരു ടൈമിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഹിഡൻ ആയിട്ട് സംഭവിക്കുന്നത്? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2, സോൾ ഇന്റൻഷൻ. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും സോൾ ഇന്റൻഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഓർ മേ ബി നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹയർ സെൽഫ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ സോൾ ആയിട്ടുള്ള നിങ്ങളുടെ പേർപ്പസ് ഓർ മേ ബി നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കണക്ഷൻ, സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ പേർപ്പസ്. ഓക്കെ, നിങ്ങളുടെ സോൾ പേർപ്പസ്. ഓൾറൈറ്റ്, ബർത്ത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ബർത്തിന് എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സോളിനൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കാം. നമ്മൾ ഓരോ ബർത്തിലേക്കും വരുന്ന സമയത്ത് നമ്മുടെ സോളിന് ഓരോ ഇന്റൻഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മേജർ പേർപ്പസ് ഉള്ള ആളുകളായിരിക്കാം. സോ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സോൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ആവുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം ഓൾറെഡി ഓർ വെരി സൂൺ. നിങ്ങൾക്ക് അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ്ലി, ഇത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഡോണ്ട് ചേസ് എനി കണക്ഷൻസ്. ഓക്കെ, സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, അങ്ങനത്തെ കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബർത്തിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റൻഷൻ ആണ്. കണക്ഷൻ എന്ന് മാത്രമല്ല നിങ്ങളുടെ പേർപ്പസും ആയിരിക്കാം. ഓക്കെ, സോ സോളിന് ഒരുപാട് ഫുൾഫിൽഡ് ആവുന്ന ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ അങ്ങനത്തെ ആളുകളൊക്കെ തിരിച്ചറിയാം. ഓക്കെ, ഒരാളെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ മേ ബി ഇറ്റ്സ് ലൈക്ക് യു ആർ ലൈക്ക് എ ബട്ടർഫ്ലൈ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ക്രേവ് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. കാരണം മേ ബി നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കുക, ചില ആളുകൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളോ സിറ്റുവേഷൻസോ ഒന്നും അല്ല. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ അവിടെ വേറെ ആരും ഉണ്ടാവുന്നില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ, അത്ര ഡീപ്പായിട്ട് നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. നിങ്ങൾ എവിടെയും അവൈലബിൾ ആവുന്നില്ല. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളിൽ മാത്രമായിട്ട് ഇൻവോൾവ് ആണ്. ആ ഒരു ലൈക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹോം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ്, ശരീരം കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആവുന്ന, നിങ്ങളിൽ മാത്രമായിട്ട് എൻഗേജ്ഡ് ആവുന്ന ഒരു ടൈമാണ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ
സോ പലർക്കും നിങ്ങളുടെ ഒരു പ്രസൻസ് ഒക്കെ മിസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ അവൈലബിൾ ആവുന്നില്ല. പല ആളുകളുടെ അടുത്തുനിന്ന് നിങ്ങൾ ഓൾ ഓഫ് സഡൻ ഡിസ്കണക്റ്റഡ് ആവും, ഡിറ്റാച്ച്ഡ് ആവും. നിങ്ങൾക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് മേ ബി തോന്നണമെന്നുണ്ടാവില്ല. ആൻഡ് ചില ആളുകൾ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അത്ര കാലമായിട്ട് എടുക്കാൻ പറ്റാത്ത ചില ആക്ഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ലൈക്ക് ചില ഇമോഷണൽ വിഡ്രോവൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില കാര്യത്തിനോട് അതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ബർത്ത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷനും അവിടെ ഉണ്ടാവാണ്. ഓക്കെ, നിങ്ങളൊരു പുതിയ ബർത്ത് ആണ്, പുതിയ സിറ്റുവേഷനിലേക്ക് വരികയാണ്. ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും ബർത്ത് കൊടുക്കുന്നതും ആയിരിക്കാം. ഓക്കെ, പ്രഗ്നൻസി ആയിരിക്കാം, നിങ്ങളൊരു അമ്മയോ അച്ഛനോ ആവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, നിങ്ങൾ ഒരു രീതിയിലും ഒരാളെയും നിങ്ങൾക്ക് അത്ര കണക്റ്റഡ് അല്ലാത്ത ഒരു കാര്യത്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് എൻകറേജ് ചെയ്യാത്തൊരു ടൈമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അവിടെ ഒരാളും അലൗഡ് അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളും അലൗഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി പീപ്പിൾ വിൽ തിങ്ക് ലൈക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് മേ ബി അവർ പറയായിരിക്കും നിങ്ങൾ ക്രേസി ആണ്, നിങ്ങൾ മാഡ് ആണ്, നിങ്ങൾ ഫാന്റസൈസ് ചെയ്യാണ് സിറ്റുവേഷൻ. കാരണം അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഓപ്പോസിഷൻ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഉണ്ടാവും. കാരണം നിങ്ങൾ ചേഞ്ച് ആവുന്നത് ആളുകൾക്ക് അത്ര ഈസി ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ബിക്കോസ് ആളുകൾക്ക് നിങ്ങൾ ചേഞ്ച് ആവണ്ട. ഓൾറൈറ്റ്, സോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു മൊമെന്റിൽ ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ചിലതൊക്കെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വേറെ എവിടെയും നിങ്ങളുടെ ഫോക്കസ് പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ഗ്രോത്ത്, മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളൊരു പാഷൻ, നിങ്ങളൊരു ഇന്നർ ടാലന്റ്, നിങ്ങളുടെ സോൾ എന്താണെന്നുള്ളത്, എവിടെയാണ് നിൽക്കേണ്ടത്, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഓക്കെ, സോ ലൈക്ക് വർത്ത് തോന്നാണ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ തന്നെ, ഓർ നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുള്ള, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില കാര്യത്തിനോട് നിങ്ങൾക്ക് ആ ഒരു വർത്ത് തോന്നാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഫോക്കസ് എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആക്കുന്നുണ്ട്. അത് മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ജോബ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾക്ക് ഒരു വളർച്ച തരുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ വിക്ടറി ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു സക്സസിൽ മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓർ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ കാണാത്ത പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വിക്ടറിയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു മേജർ ഇവന്റ്, നിങ്ങളുടെ ലൈഫ് ഇവന്റ്. ഓക്കെ, സോ ചില ആളുകളെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആളുകളെ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫിൽ വളരെ സ്പെഷ്യൽ ഇവന്റ് ലൈക്ക് മാരേജ് ആവുന്നതായിരിക്കാം, എൻഗേജ്ഡ് ആവുന്നതായിരിക്കാം, പ്രഗ്നന്റ് ആവുന്നതായിരിക്കാം. ഓക്കെ, ആ ഒരു സ്പെഷ്യൽ ഇവന്റിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു ജലസ് ഒക്കെ തോന്നുന്ന ലൈഫ് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു വിക്ടറി. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എങ്ങനെ നിങ്ങൾക്കിത് ഇങ്ങനെ സാധിച്ചു, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ വന്നു, എങ്ങനെ ഇങ്ങനത്തെ ഒരു മാറ്റം. ഓക്കെ, സോ വളരെ പ്രൗഡ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു ഫ്രണ്ട് ആയിരിക്കാം, ഓർ മേ ബി ആ ഒരാൾ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിക്ടറിയുടെ ഒരു ഭാഗമാകുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി മേ ബി നിങ്ങളുടെ ഒരു സോൾ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം. ഓക്കെ, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ. മേ ബി നിങ്ങളുടെ ഒരു ഏഞ്ചൽ ഗാർഡിയൻ ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ആയിരിക്കാം അത്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ആനിമൽ, ഓൾറൈറ്റ്, ആനിമൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് റെയർ ആയിരിക്കാം മേ ബി അങ്ങനത്തെ എന്തെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ്. സോ നിങ്ങൾക്കത് മേ ബി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദാൻ ഹ്യൂമൻ ആനിമൽസ് ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങളുടെ ലൈഫിന്റെ മേജർ ഭാഗമാവുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, സോ പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലൈക്ക് കുട്ടികളെ കൊണ്ട്, സ്നേഹം കൊണ്ട്, ഫെമിനൻ ക്വാളിറ്റീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനൻ ആണെന്നുണ്ടെങ്കിലും മാസ്കുലിൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് വലിയ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കണക്ട് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാനോ ഫുൾഫിൽഡ് ആവാനുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇമോഷണലി ഉള്ള വലിയ രീതിയിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒരു ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾക്ക് ആ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അത്ര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു മേ ബി ലൈക്ക്
വ്യക്തിയായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ഇത് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറെ മീറ്റ് ചെയ്യുന്ന ഒരു ലൈഫ് ഇവന്റ്. ഓക്കെ, കാരണം എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫെമിനൻ നേച്ചർ, ഫെമിനൻ ക്വാളിറ്റീസ് ഹൈലി കണക്റ്റഡ് ആവുന്ന എക്സ്പീരിയൻസ് സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ നേച്ചറിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ്, ഫോർ എക്സാമ്പിൾ ഒരു അമ്മയാവുന്ന സമയത്താണ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുന്ന സമയത്താണ് അതുപോലത്തെ മദർലി ഫീലിങ്സ് നമ്മൾക്ക് ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് മേ ബി നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ആളുകൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അവരായിട്ട് വളരെ ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് നിങ്ങൾ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സ്പിരിറ്റ്. സി ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ ഗൈഡഡ് ആണ്, നിങ്ങൾ സെക്യൂർ ആണ്. ലൈക്ക് അമ്മയുടെ വയറ്റില് ഒരു അമ്മയുടെ വയറ്റിലൊരു കുട്ടി എത്രമാത്രം സേഫ് ആണോ അത്രമാത്രം നിങ്ങൾ സേഫ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങളും അങ്ങനെ എന്തോ ഒരു കാര്യം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളും അങ്ങനെ എന്തോ ഒരു കാര്യം വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു അമ്മയെ പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ സ്പിരിറ്റ് ആയിരിക്കാം. ആൻഡ് അഗെയിൻ നിങ്ങളും അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്കൊരു ലൈക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ലൈക്ക് സന്തോഷം ഉണ്ടാവുകയാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സ്പിരിറ്റ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും. നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, മേ ബി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്. ഓക്കെ, ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ പോകുന്ന ഒരു ലൈഫ് ഇവന്റില് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്, ഇൻവിസിബിൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാവുകയാണ്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ ഫിഗർ, ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ അല്ലെങ്കിൽ ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെമിനൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മെയിൽ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ കല്യാണം ആയിരിക്കാം, നിങ്ങൾ ഇതുപോലത്തെ ഒരു പേഴ്സണെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതായിരിക്കാം. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു ഫെമിനന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് നിങ്ങളൊരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ റീകണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, ചില ആളുകൾക്ക് ഒരു വലിയൊരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ടല്ലോ ഗ്രൂപ്പ് നമ്പർ 2. മേ ബി ചില ആളുകൾക്ക് നിങ്ങളെ നഷ്ടമായിട്ടുണ്ട്. ഓക്കെ, ചില ഓപ്പർച്യൂണിറ്റീസ് അവർ വേണ്ട രീതിയിൽ നിങ്ങളുടെ കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ വലിയ രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, മേ ബി ലൈക്ക് ചില ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ പോയിട്ടുള്ള സമയത്ത് അവർക്ക് അവരുടെ ഒരു വീടില്ലാത്തൊരു പോലെയാണ്, ലൈക്ക് ഹോംലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാർമിക് സിറ്റുവേഷൻ കൂടെ നിങ്ങൾ എൻഡ് ആക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു ലൈക്ക് ന്യൂ ബേർഡ്സ്, ഈവൻ നിങ്ങൾ എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഒരു വർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ ഓർ കളർഫുൾ ആവുകയാണ് നിങ്ങളുടെ ലൈഫ്. ഈവൻ നിങ്ങൾ മേ ബി ചില പ്ലേസിൽ നിന്നൊക്കെ വളരെ വിഷമിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു കളർഫുൾ ആക്ച്വലി കൊണ്ടുവരുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഓൾ ഓഫ് സഡൻ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു ബ്ലോസം നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആവുന്നുണ്ട്, നോ മാറ്റർ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഓർ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേജർ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിലും, കാരണം നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലായ്മ ചില ആളുകൾക്ക് ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ വലിയ രീതിയിൽ ചില ആളുകൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, ഇറ്റ്സ് ഗുഡ് ഗ്രൂപ്പ് നമ്പർ 2, കാരണം ചില ആളുകൾ നിങ്ങളുടെ വാല്യൂ വർത്ത് ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഫയർ, നിങ്ങൾ എത്ര അട്രാക്റ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഗ്രൂപ്പ് നമ്പർ 2, സോൾ ഇന്റൻഷൻ, സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ വേണ്ട രീതിയിൽ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ
ആളുകൾ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഇറ്റ്സ് എ കൺഫർമേഷൻ. ഗ്രൂപ്പ് നമ്പർ 2, ഡെത്ത് ആൻഡ് റീബേഴ്സ്. നിങ്ങൾ പഴയ ഒരാളല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് റീബേഴ്സ് ഫോർ യു. ഈവൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ അങ്ങനെ കരുതിയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. കാരണം ചിലത് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വരികയാണ്. അത് ഈവൻ നിങ്ങൾക്ക് എന്തൊക്കെ കണക്ഷൻസ് തോന്നിയാലും ചിലത് നിങ്ങൾക്ക് ആ ഒരു ടോക്സിസിറ്റി നിങ്ങളെ എൻഡ് ചെയ്യാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി അത് നിങ്ങൾ കട്ട് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. മേ ബി ഒരു ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ചില സിറ്റുവേഷൻസ് ഹെൽത്തി ആയിട്ട് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. Group number 2, what major blessings are coming for you? Group number 2. ലൈഫിന്റെ എന്തെങ്കിലും മേജർ ഇവന്റിൽ നിങ്ങൾ പെർഫോം ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, ഗെറ്റ് റെഡി. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ മാരേജ്, എൻഗേജ്മെന്റ്, പ്രഗ്നൻസി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ടാലന്റ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. എസ്പെഷ്യലി നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ഒരുപാട് ബാലൻസ്ഡ് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ശാരീരികപരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാലൻസിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, ലൈക്ക് യോഗ ഓർ എന്തെങ്കിലും സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡാൻസ് ആയിരിക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന കൈൻഡ്നെസ്, ആളുകളോടുള്ള ഒരു സിമ്പതി, എംപതി, കൈൻഡ്നെസ്, ഒരു കെയറിംഗ് നേച്ചർ. ഓക്കെ, മേ ബി ഇതുവരെയായിട്ട് നിങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാത്ത പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ആക്ച്വലി ഡിറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ചില ആളുകൾക്കൊക്കെ നിങ്ങൾ വലിയ രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ നേച്ചർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്ന ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ എന്തൊക്കെ ഒരു ആക്ഷൻസ് നിങ്ങളുടെ ഒരു വാല്യൂ, നിങ്ങളുടെ ഒരു അട്രാക്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പോകുന്ന ഒരു പാത്ത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ എൻജോയ് ദ മൊമെന്റ്സ്. ലൈക്ക് ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ടതായിട്ടുള്ള, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ ഒരു ജോയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റെയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിൽ ശരിയോ തെറ്റോ മേ ബി ഉണ്ടാവണമെന്നില്ല. ചില ആളുകളുടെ വരവൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വരവ് ചില ആളുകളുടെ ലൈഫിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ അബ്സെൻസ് നിന്ന് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, fulfillment of wishes. So take it as a confirmation. നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല, മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ല, നിങ്ങളുടെ സോളിന്റെ ആഗ്രഹങ്ങളാണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്ന, ഒരു എക്സ്പാൻഡ് ആവുന്നത്, സോൾ കംപ്ലീഷൻ. ഓക്കെ, മനസ്സ് നിറയുക. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് വീണ്ടും ലൈക്ക് ഒരു പവറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ടൈം വരെ, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു രണ്ടാം ഘട്ടാണ്. ഓക്കെ, ലൈഫിലെ രണ്ടാമത്തെ ഒരു ലൈഫാണിത്. ഓക്കെ, സോ നിങ്ങൾ അത്ര കാലമായിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വരുന്ന ഒരു ടൈമാണ്. എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതാണ് നിങ്ങൾ അവിടെ ഇൻകംപാരബിൾ ആവുന്നത്. സോ നിങ്ങളുടെ ഒരു പഴയ വേർഷനില് നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു നേച്ചർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം. സോ അതൊന്നും നിങ്ങൾ ഒരു രീതിയിലും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയല്ല. ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഒരു സോൾ എങ്ങനെയായിരിക്കണം ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ് ആണ് ഗ്രൂപ്പ് നമ്പർ 2.
ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ചേഞ്ചസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസ് നിങ്ങളെ ലൈഫിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ജോബ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫ്രീഡം, ഓക്കെ, ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ. ഓക്കെ, സോ ഫാമിലിയുടെയും പാരന്റ്സിന്റെയും പാർട്ട്ണറിന്റെയും ഒക്കെ സ്നേഹം, ഫ്രണ്ട്സിന്റെ ഒക്കെ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? Courage. എങ്ങനെയാണ് ഒരു പ്ലാന്റ് വീണ്ടും റീഗ്രോ ചെയ്യുന്നത് നോക്കൂ. ഓക്കെ, ഒന്നും ഇല്ലാത്തൊരു പ്ലേസ് എന്നാണ്, അല്ലെങ്കിൽ ഒരു സോഴ്സും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അത് വീണ്ടും റീബിൽഡ് ചെയ്ത് വരുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ലൈഫിലും സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ എവിടെയാണോ വീണ് കിടന്നിട്ടുള്ളത് അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് വരാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല, ശാരീരികപരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നില്ല, ഒരു ഹോപ്പും ലൈഫിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ എങ്ങനെയാണ് അത് ഗ്രോ ചെയ്ത് വരുന്നത് നോക്കൂ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല മൊമെന്റ്സ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിന് അത്ര സന്തോഷം ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു മൊമെന്റിൽ നിങ്ങൾ മാക്സിമം അത് കണക്ട് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് ഗ്രോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, ആൻഡ് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഓത്തന്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഒരു വീട്ടിലേക്ക് നിങ്ങൾ, അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അത് വലിയൊരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ഓൾറൈറ്റ്, സോ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പലതിലേക്കും വീണ്ടും വീണ്ടും പോകണം, പഴയതുപോലെയൊക്കെ ആവണം, അല്ലെങ്കിൽ പഴയ ബർത്തിലേക്കൊക്കെ പോകണം തോന്നിയാലും നോ, നിങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey group number 3, what major blessings are coming for you? എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 3, ഡോണ്ട് ക്വസ്റ്റ്യൻ, ഡു വാട്ട് ഈസ് റൈറ്റ് ഫോർ യു. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, ഫൈൻഡ് ദ റൈറ്റ് ട്രാക്ക്. മേ ബി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ശരിയായിട്ടുള്ളൊരു പാത, റൈറ്റ് ട്രാക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാൻ. ചില കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചത്, അതിനൊക്കെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ മേ ബി ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു റൈറ്റ് പാത്ത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ റൈറ്റ് ആയിട്ട് ചെയ്തോളണമെന്നില്ല അല്ലെ. ശ്രമിക്കുന്ന സമയത്ത് അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. സോ നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കണം, എന്തെങ്കിലും ഒരു കാര്യം മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു മൊമെന്റിൽ എന്ന പോലെ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയും തെറ്റും നിങ്ങൾ നോക്കാതിരിക്കുക. നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് മേ ബി നമുക്ക് തോന്നും ചില കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്, പക്ഷെ ചില കാര്യത്തിൽ കൂടെ പോയാലേ നമുക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ചിലത് മസ്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ. സോ നിങ്ങളത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming to you? What major changes are happening in your life? What you need to hear? Group number 3, what major blessings are coming for you? Alright, so definitely നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കണം. കാരണം മേ ബി റീസെന്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. ഓൾ ഓഫ് സഡൻ ചില പ്ലേസ് നിന്ന്, ചില ആളുകളുടെ ലൈഫിൽ നിന്ന്, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കണം. ചില ജോബിൽ നിന്ന്, നിങ്ങളുടെ പൊസിഷനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫൈനാൻഷ്യലി ആയിരിക്കാം, ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. ചില അനക്കങ്ങൾ മേ ബി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് ഒരു പ്ലേസിൽ നിന്ന് മാറി നിൽക്കുക, പെട്ടെന്ന് എങ്ങോട്ടെങ്കിലൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ. മേ ബി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറി നിന്നാൽ മതി, എങ്ങനെയെങ്കിലും മാറിപ്പോയാൽ മതി എന്നൊക്കെ. ഓക്കെ, സോ ചിലത് ആക്ച്വലി അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യാണ്. ഓക്കെ, എല്ലാം കൂടെ ആ ഒരു മൊമെന്റിലെല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ട. സോ ചിലത് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ചിലത് സംഭവിച്ചാല് നമുക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming for you? Group number 3,
സോ ചില കാര്യങ്ങൾ പെട്ടെന്ന് വെരി ഫാസ്റ്റ്, ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ കോൺവെർസേഷൻ ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വരുന്ന സമയത്ത് എല്ലാം കൂടെ വരുന്നതാണല്ലോ അല്ലെ. സോ ചില കാര്യത്തിന്റെ ഒരു ഫിസിക്കൽ ഫോമിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകളായിരിക്കാം, ചില ഓഫേഴ്സ്, ഓക്കെ, നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഓരോ ടൈമിലായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാം. ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരാം. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വരാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ചൂസ് ചെയ്യണം, ഓർ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതുപോലത്തെ ചില കാര്യങ്ങൾ സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലൊരു എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും വെരി സൂൺ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരുപാട് ടൈം എടുത്തിട്ടൊന്നും സംഭവിക്കുന്ന കാര്യമില്ല, പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവുന്നത് സി അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ വിത്തിൻ നോ ടൈം, ഫാസ്റ്റ് ആയിട്ട്. നമ്പർ 3 നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷമാവുന്ന പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വലിയ പാനിക് ആയിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാം. ആൻഡ് ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു ബ്ലെസ്സിങ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വലിയ നഷ്ടമായിട്ട് കാണരുത്. ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നിട്ടുള്ള ചില സിറ്റുവേഷൻസ്, അവിടെ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവുകയാണ്. ഓക്കെ, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില ലൈഫ് സിറ്റുവേഷൻ ഫിസിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സി ഓവർഫ്ലോ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അഗൈൻ പ്രോസ്പെരിറ്റി ആണ്. സ്നേഹം കൊണ്ട്, സ്നേഹം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ ഒരു വരുന്ന സമയത്ത് അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് വരണം. ഓക്കെ, അഗൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പില് റൊമാൻറ്റിക് ലൈഫില് വീണ്ടും ആ ഒരു ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. സ്നേഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഫുൾഫിൽഡ് ആവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 3, ഗെറ്റ് റെഡി. ഓക്കെ, മേ ബി ടിയേഴ്സ് വിത്ത് ഹാപ്പിനെസ്, സന്തോഷ കണ്ണീർ, ആനന്ദ കണ്ണീർ. ഓക്കെ, സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും സ്നേഹം. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് സന്തോഷ കണ്ണീർ ഉണ്ടാവുന്നത്, ആനന്ദ കണ്ണീർ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ജോബിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്താണോ അങ്ങനെ നഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ലാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അത് അവിടെ ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ സ്നേഹം, ഹെൽത്ത്, ചില ആളുകൾക്ക് ഹെൽത്ത് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ചില ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം നോക്കി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പേരിലേക്ക് വരുന്നതായിരിക്കാം. ഓർ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ഓർ ചില പ്ലാൻസ്, നിങ്ങളുടെ പാരന്റ്സിന് ചില പ്ലാൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, ഓർ നിങ്ങളുടെ പാരന്റ്സ് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ പാരന്റ്സ് റെഡി ആവുന്നതായിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ആ ഒരു മേ ബി നിങ്ങൾക്ക് ഒരു അപ്രൂവൽ ഉണ്ടാവുന്നതായിരിക്കാം. മേ ബി ചില സീക്രറ്റ്സ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ റിവീൽഡ് ആവുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അത് ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്രയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം നോക്കുന്നതായിരിക്കാം, ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ഡ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ മനസ്സും ശരീരവും അതിന് പ്രിപ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ മീഡിയ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഫാഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നുണ്ട്.
ചില ആളുകൾക്ക് പെർമിഷൻസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ സമ്മതിക്കുന്നതായിരിക്കാം, പാരന്റ്സ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതായിരിക്കാം. ഈവൻ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്ത് പോയിട്ട് പഠിക്കാനായിരിക്കാം, പുറത്ത് പോകാനുള്ള പെർമിഷൻസ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും ഒരു യാത്രയിൽ പങ്കെടുക്കാൻ ഒരു പെർമിഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, പഠിക്കാനുള്ള പെർമിഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു പാഷൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നിങ്ങളുടെ കൂടെയുള്ള ആളുകള്, നിങ്ങളുടെ പാരന്റ്സ് ഓർ പാർട്ട്ണർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, what major blessings are coming for you? നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആവുന്നുണ്ട് പല കാര്യത്തിലും. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫാമിലി ആയിട്ട് ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റ്സ് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവര് റീയൂണിയനിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ചില മൊമെന്റ്സ് അല്ലെങ്കിൽ ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ കുട്ടികൾക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങള് ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, റീകണക്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ ചില ആളുകൾ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, കുറെ കാലത്തിന് ശേഷമായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പാരന്റ്സോ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ പാരന്റ്സിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ ചില ആക്ഷൻസ് കാരണം നിങ്ങളുടെ പാരന്റ്സും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, അവർക്കും ഒരുപാട് ഫുൾഫിൽഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഫാദർ. ആൻഡ് സി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming for you? ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ഓഫേഴ്സ്, ലവ് ഓഫർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആക്ച്വലി സർപ്രൈസ്ഡ് ആവുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലൈക്ക് വാട്ട്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു അതിശയം തോന്നുന്ന ചില കാര്യങ്ങള്, ഇതെങ്ങനെ സംഭവിച്ചു, ലൈക്ക് പെട്ടെന്നായിരിക്കും ഒരു കോള് നിങ്ങൾക്ക് ഉണ്ടാവുക, പെട്ടെന്നായിരിക്കും നിങ്ങൾ ചില അത്ര വലിയ പ്രോബ്ലം ആയിട്ടുള്ള ചില കാര്യങ്ങളെ ഓൾ ഓഫ് സഡൻ നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ സിറ്റുവേഷന് നിങ്ങൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകുന്നതായിരിക്കാം. ഓക്കെ, സോ അങ്ങനെ കരുതുന്ന എന്തെങ്കിലും കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ടൈമിൽ എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തൊരു ഹോപ്പ് അല്ലെങ്കിൽ എന്തൊരു മിറാക്കിൾ അവിടെ സംഭവിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എന്തൊരു മിറാക്കിൾ, ഡെഫിനറ്റ്ലി എന്തൊരു മിറാക്കിൾ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇമ്പോസിബിൾ എന്ന് തോന്നിയിട്ടുള്ള എന്തൊരു കാര്യം, എസ്പെഷ്യലി കോൺവെർസേഷൻ പോലെ ഒരു കാര്യം, നിങ്ങളുടെ കാത്തിരിപ്പ് ഇല്ലാണ്ടാക്കുന്ന എന്തൊരു കാര്യം. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ എത്ര കാലമായിട്ട് കാത്തിരുന്നത് നിങ്ങളുടെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു വീട്, ഓക്കെ, ഹോം. ഓക്കെ, ഓർ ചില യാത്രകൾ. ഓക്കെ, ചില യാത്രകൾ, സന്തോഷകരമായിട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു ഹോപ്പ് മേ ബി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഓർ എപ്പോഴും മനസ്സിലാക്കിയ ഗ്രൂപ്പ് നമ്പർ 3 വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് പാനിക് ആവാതിരിക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ സേഫ് ആണ്, നിങ്ങൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചില സർപ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ. ഓക്കെ, ഒന്ന് പേടിപ്പിച്ചിട്ട് ചില കാര്യങ്ങൾ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തരുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, ചില സൊല്യൂഷൻസ്. ഓക്കെ, ചില കാര്യത്തിനുള്ള ഉത്തരങ്ങള് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആളുകളായിട്ട്, ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക. വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കാതിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming to you? Group number 3, again group number 3, സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മനസ്സിന് അത്ര സന്തോഷം ഉണ്ടാവുന്ന മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി അത് നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ ഡിസ്കണക്ട് ആയി പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ടൈമിൽ നിങ്ങൾക്ക് ലോസ്റ്റ് ആയി പോയിട്ടുള്ള ചില സിറ്റുവേഷൻസ്, അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട്
ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആൻഡ് അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതല്ല, നിങ്ങളത് നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, ഈവൻ ഓടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നടന്നു പോകാൻ ശ്രമിക്കുക. ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് പോരുത് നിങ്ങൾ. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗീവ് അപ്പ്. ഓക്കെ, സോ ചില കാര്യങ്ങളുണ്ട് ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി ആളുകളായിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ ആ ഒരു ഈഗോ ഓർ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ആളുകളോട് ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ ഒരു കൈൻഡ് ആവുന്ന സമയത്ത് ആ ഒരു കൈൻഡ്നെസ് നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണം. ചില എസ്പെഷ്യലി നിങ്ങളുടെ ഫീലിങ്സ്, ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും നല്ല രീതിയിൽ ചില ബന്ധങ്ങൾ റീകണക്ട് ചെയ്യാനും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സന്തോഷം ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ പാരന്റ്സിന്, നിങ്ങളുടെ ഫാമിലി, നിങ്ങൾക്ക് കുട്ടികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവുന്ന ഇതുപോലത്തെ ചേഞ്ചസ് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.